അപ്പോൾ ഇന്ന് നമുക്ക് 3 രൂപയ്ക്ക് ഒരു കുഞ്ഞി ഹാർട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഞാനൊരു കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് ഇതേപോലെ തന്നെ ലവ് ഷേപ്പ് ഞാൻ വരച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ കറക്റ്റായിട്ടുള്ള വെളിഭാഗവും അകഭാഗവും ഇതേപോലെ തന്നെ കത്രിക വെച്ച് വെട്ടിക്കളയാം. ഞാനിവിടെ ഒരു പേപ്പറാണ് എടുത്തേക്കുന്നത്. ഇതേപോലെ തന്നെ അടുത്തൊരു പേപ്പറിനകത്തും ഇതേ സെയിം പാറ്റേൺ തന്നെ വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് ഒന്നുകൂടെ കുറച്ച് അകഭാഗത്ത് കുറച്ചുകൂടെ കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫോം ഷീറ്റ് എടുത്ത് ഒട്ടിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോം ഷീറ്റ് ഇല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല. കട്ടിയുള്ള എന്തെങ്കിലും കാർഡ്ബോർഡിൻ്റെ കഷ്ണങ്ങളായാലും മതി, 2 പേപ്പറിനെയും കൂടെ കൂട്ടി യോജിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് യോജിപ്പിക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ നൂല് ചുറ്റുന്ന പരിപാടി. ഇതാണ് കുറച്ച് ക്ഷമയില്ലാത്ത പരിപാടി. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്ത ഒരാളാണ്. പക്ഷേ ഇത് പിൻട്രസ്റ്റിൽ കണ്ടൊരു ഐഡിയ ആണ്. എനിക്കത് കണ്ടപ്പോൾ തന്നെ നല്ല രീതിയിൽ ഇഷ്ടമായി. അതുകൊണ്ട് എനിക്കത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ചില ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്ക് ഏതറ്റം വരെയും പോകാൻ തോന്നും. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയണേ. ഇനി നമുക്ക് ആ 2 പേപ്പർ കൂട്ടി യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന 2 പേപ്പറിൻ്റെ അതേ സൈഡിൽ കൂടെ നമുക്ക് ഈ ബ്ലേഡ് വെച്ചിട്ട് കറക്റ്റായിട്ട് ഈ നൂല് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ആ യോജിപ്പിച്ച് വെച്ചേക്കുന്ന ഒട്ടിച്ച് വെച്ചേക്കുന്ന ആ 2 പേപ്പേഴ്സില്ലേ, ആ 2 പേപ്പേഴ്സിൻ്റെയും നമുക്കിതേപോലെ തന്നെ അകത്തൂടെ കട്ട് ചെയ്തെടുക്കാം. കളയരുത്, അതേപോലെ തന്നെ പിടിച്ചു വെച്ചേക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ 2 പേപ്പറിൻ്റെ ഇടയ്ക്കൂടെ ഒരു നൂലിട്ടിട്ട് നമുക്കിതൊന്ന് കെട്ടി ഫേം ചെയ്ത് വെച്ചേക്കാം. നമുക്ക് ഈ നൂലുകളൊന്നും വിട്ടു പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കെട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി എക്സസ് ആയിട്ടുള്ള പേപ്പർ നമുക്ക് മാറ്റിക്കളയാം. ഇവിടെ സൂക്ഷിച്ച് വേണം പേപ്പർ മാറ്റാൻ, കാരണം ചില നൂലുകളൊക്കെ അവിടെ കുടുങ്ങിയിരിപ്പുണ്ടാവും. ആ പേപ്പറിനകത്ത് സൂക്ഷിച്ച് മാത്രം ആ പേപ്പർ എടുത്ത് കളയാം. ഇനി നമുക്ക് ഇതിൻ്റെ ലവിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ടൊന്നും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിലേക്ക് കത്രിക വെച്ചൊക്കെ കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.